ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ സാൻഡ്വിച്ചാണ്. അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ ചിക്കന് എല്ലില്ലാത്ത ദശ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യമായ ഒരു സവാള കൊത്തി കൊത്തി അരിഞ്ഞതാണ്. ചിക്കൻ കൂടുതലുള്ളപ്പോൾ കൂടുതൽ സവാള നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് ചിക്കനേ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു സവാളയെ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടത്തിനനുസരിച്ച് ചിലർക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, എരിവ് കൂടുതൽ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ 1.5 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് എരിവ് മതിയല്ലോ, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ, കുറച്ച് എരിവ് മതിയല്ലോ, അതുകൊണ്ട് ഞാൻ അത്രയും ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഗരം മസാല അതും അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. ഇവയെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതൊക്കെ സിമ്പിളാണ്, എല്ലാവർക്കും എപ്പോഴും ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ മേടിക്കുമ്പോഴെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. കടയിൽ പോയി മേടിച്ച് വിഷമിക്കണ്ടല്ലോ. പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഓയിലാണ്. ഓയിൽ ഏത് വേണമെങ്കിലും ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ കയ്യിൽ ഇപ്പം പാം ഓയിൽ ഉള്ളതുകൊണ്ട് ഞാൻ പാം ഓയിലാണ് ഉപയോഗിച്ചത്. വെജിറ്റബിളൊക്കെ ആകുമ്പോഴത്തേനും കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. കുട്ടികൾ ആ വെജിറ്റബിൾ എടുത്ത് കളയ്ക്കുകയുള്ളൂ. അതിപ്പം ഞാൻ അതില്ലാതെയാണ് ആഡ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. ഞാൻ ഇത് 10 മിനിറ്റ് നേരത്തിന് സെറ്റാകാൻ വെച്ചിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ മയോണൈസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. മയോണൈസത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ 2 മുട്ട, ഞാൻ അതിലേക്ക് ഉണ്ണി ഇട്ടിട്ടുണ്ട്. ചിലർക്ക് മുട്ടയുടെ മണം ഇഷ്ടമില്ലാത്തവർ ഉണ്ണി എടുത്ത് മാറ്റിയാൽ മതി. പിന്നെ ഞാൻ അതിൽ ഒന്ന് അടിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കാണ് ഇടുന്നത്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് ഒന്ന് അടിച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ അത് റെഡിയാകുകയാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം, പിന്നെ ആവശ്യമില്ലെങ്കിൽ ഉപ്പ് ചേർക്കണ്ട. പിന്നെ വിനാഗിരി ചേർക്കുന്നവരുമുണ്ട്. ഞാൻ ഇത് രണ്ടും ആഡ് ചെയ്തിട്ടില്ല, കാരണം ചിക്കൻ്റെ അകത്ത് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അന്നേരം രണ്ടും കൂടെ ആകുമ്പോഴത്തേനും ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. ആ സമയത്ത് മയോണൈസ് റെഡിയായി കഴിഞ്ഞു. ഇനിയും ഞാൻ ചിക്കൻ അടുപ്പിലിട്ട് വെക്കുകയാണ്. അത് ഞാൻ ഒരു ശകലം എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, കാരണം ചിക്കനിൽ എണ്ണയുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി എണ്ണയുടെ ആവശ്യം വരുന്നില്ല. പിന്നെ അത് അതിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി പറ്റി അന്നേരത്തിനും വെന്ത് കിട്ടും. ഇത് 10 മിനിറ്റ് നേരം സെറ്റാകട്ടെ. അപ്പോഴേക്കും നമുക്ക് ബണ്ണിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇത് ഞാൻ ഒരു പാക്കറ്റ് കടയിൽ നിന്ന് മേടിച്ചതാണ്. 45 രൂപ വില വരുന്നതാണ്. നമുക്കത് നടുവേന്ന് മുറിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇത് മുറിക്കുമ്പം കറക്റ്റായിട്ട് നടുവേന്ന് തന്നെ മുറിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബണ്ണൂടെ അതുപോലെ തന്നെ മുറിച്ച് വയ്ക്കാം. നമ്മൾ ബണ്ണ് മുഴുവനും മുറിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കുക്കായി കഴിഞ്ഞു. നമുക്കിനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇത് ചെറിയ രീതിയിൽ അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. പിന്നെ അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾ 4 മണിക്ക് വരുമ്പോഴത്തേനും ഈ ചിക്കന് ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും വീട്ടിൽ ചിക്കൻ മേടിച്ചതിൻ്റെ ബാലൻസ് പീസൊക്കെ ഫ്രിഡ്ജിലൊക്കെ കാണും. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയോണൈസും നമുക്ക് ഈ സെറ്റാക്കി വെച്ചേക്കുന്ന ഈ ചിക്കനിലേക്ക് ചേർക്കാം. ഒത്തിരി ചേർക്കണ്ട, നമ്മൾ 1-2 സ്പൂൺ ചേർത്താൽ മതി. അത് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ബണ്ണിലേക്ക് ഫില്ലിങ് ചെയ്യാം. ഇത് ചിക്കൻ സെറ്റാകുന്നതിന് മുന്നിൽ തന്നെ നമ്മൾ മയോണൈസും സെറ്റാക്കി വെക്കണം. ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി കഴിയുമ്പോൾ തന്നെ ഈ മയോണൈസും ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മാക്സിമം ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ബണ്ണിലേക്ക് ഫില്ലിങ് ചെയ്യാം. ആദ്യം മയോണൈസ് സ്പൂണിൻ്റെ അകത്തെടുത്ത് കുറച്ച് തൂക്കുക. ഒത്തിരി തൂക്കണ്ട, ശകലം 2 സൈഡിലുമായിട്ട് തൂത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ എടുത്ത് അതിലേക്ക് വയ്ക്കാം. നമ്മൾ ചിക്കൻ്റെ അകത്ത് മയോണൈസും ചേർത്തത് കൊണ്ട് നമുക്ക് ബണ്ണിൻ്റെ അകത്ത് ഒത്തിരിയുടെ ആവശ്യമില്ല. നമുക്ക് ഇനിയിപ്പം മയോണൈസും തൂത്തു,
ഇനി ചിക്കൻ അതിൻ്റെ അകത്ത് വെച്ച് ഫില്ലിങ് ചെയ്യാം. ഇതുപോലെ ബണ്ണിലേക്ക് ഫില്ലിങ് ചെയ്യാം. പിന്നെ ആവശ്യമുള്ളവർക്ക് വെജിറ്റബിൾ ചേർക്കാം. അതിലേക്ക് തക്കാളിക്ക വട്ടത്തിൽ അരിഞ്ഞതോ അല്ലെങ്കിൽ കാബേജ് ചെറുതായിട്ട് അരിഞ്ഞതോ ഒക്കെ നമുക്ക് ചേർക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റിക്ക് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. അങ്ങനെ ബണ്ണ് മുഴുവനും ഫില്ലിങ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഇതാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സാൻഡ്വിച്ച്. അത് റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോഴത്തേക്കും ഇത് സിമ്പിളാക്കി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ.